പാഠം 621. പിന്നെയും കാള പെറ്റു. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. എന്താ സാർ രാവിലെ? സാറിനോട് പറഞ്ഞാണല്ലോ, ഞാനൊരു കാര്യം ഏറ്റാൽ ഏറ്റതാണെന്ന് സാറിന് അറിയാലോ. ഒന്നും പേടിക്കണ്ട. ഭാമയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ കേസ് ഭാമ തന്നെ വാദിക്കും. ഇനിയും സാറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി സാർ. തഹസിൽദാരെ വിളിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. ഞാൻ പറഞ്ഞു, സാറേ ഇനി ഇതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഭാമ ആ കേസ് വാദിച്ചോളും എന്ന്. ഇന്നും മോഹനേട്ടൻ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ ഏത് കേസ് വാദിക്കണം, ഏത് കേസ് വാദിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ മോനേട്ടാ? പക്ഷേ ഞാൻ നിന്റെ ഭർത്താവാണല്ലോ. ഭർത്താവിന് പ്രത്യേക താല്പര്യമുള്ള കേസുകൾ വാദിക്കുക എന്നുള്ളത് ഒരു ഭാര്യ എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും ആവശ്യങ്ങൾ വരും. ഞാൻ മോഹനേട്ടന്റെ ഭാര്യയല്ലേ? ഭാര്യയ്ക്ക് പ്രത്യേകം താല്പര്യമുള്ളവർക്കെല്ലാം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നത് ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ മോഹനേട്ടന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനെ സമ്മതിച്ചു. അതുപോലല്ലോ ഇത്. തഹസിൽദാരുടെ മകൻ കൃഷ്ണകുമാർ വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനാണ്. പല ബിസിനസ്സുകൾ ചെയ്ത് കുറച്ചു കാലം കൊണ്ട് മെടുക്കൻ എന്ന പേര് സമ്പാദിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള കൃഷ്ണകുമാറിനെതിരെ ഒരാൾ കള്ളക്കേസ് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും? ഇതെല്ലാം മോഹനേട്ടന്റെ മാത്രം പ്രശ്നമാണ്. മോഹനേട്ടന്റെ തഹസിൽദാർ, ആ തഹസിൽദാരുടെ മകൻ, അയാളുടെ ബിസിനസ്, ഇതൊന്നും എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല. ഒരു വക്കീൽ എന്നുള്ള നിലയിൽ എനിക്ക് വാദിക്കാൻ താല്പര്യം തോന്നുന്ന കേസുകളെ ഞാൻ വാദിക്കാറുള്ളൂ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇത്രയും കാലം ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിനക്ക് കേസ് പിടിച്ചു തരുന്നില്ല എന്നൊക്കെയാണല്ലോ നിന്റെ പരാതി. ഇപ്പോ ഞാനായിട്ടൊരു വലിയ കേസ് പിടിച്ചെന്നപ്പോ എന്നെ തോൽപ്പിക്കാനായിട്ട് ആ കേസ് നീ വേണമെന്ന് പറയുന്നു. അല്ല, കൃഷ്ണകുമാറിന്റെ കേസ് ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ സദാശിവൻ കോൺട്രാക്ടറുടെ കേസ് വാദിക്കാൻ സമയം കിട്ടാതെ വരും. സദാശിവ കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്ന ഫീസ് എത്രയാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലേ മോഹനേട്ടൻ ഞെട്ടും. അത്രയ്ക്കും ഫീസ് കിട്ടുന്ന ഒരു കേസ് കളഞ്ഞിട്ട് നിസ്സാര പ്രതിഫലത്തിന് വേണ്ടി ഈ പെറ്റി കേസ് വാദിക്കാൻ പോകുന്നത് ഒരു വക്കീൽ എന്നുള്ള നിലയിൽ എനിക്ക് ഗുണം ചെയ്യില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സദാശിവൻ കോൺട്രാക്ടർ ഒരു കേസുമായിട്ട് വരുന്നു, ഞാനൊരു ഫീസ് പറയുന്നു, അയാളത് സമ്മതിക്കുന്നു. ഒരു വക്കീൽ എന്നുള്ള നിലയിൽ എനിക്ക് വേണ്ടത് അതല്ലേ? ഇപ്പോ മോഹനേട്ടൻ വേറൊരു കേസുമായിട്ട് വന്നു. ആ കേസ് മോഹനേട്ടനുള്ള സ്നേഹം കൊണ്ട് വാദിക്കാമെന്ന് വെച്ചാൽ തന്നെ സദാശിവൻ കോൺട്രാക്ടർ പറഞ്ഞ കാശ് കിട്ടുമോ? 11 മണിക്ക് കോടതി പോവും, അതുകൊണ്ട് വൈകിട്ട് കാണാമെന്ന് ഞാൻ പറഞ്ഞു. വൈകിട്ടാണെങ്കിൽ ഓഫീസിൽ ആരും കാണില്ല, അവർ സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാമല്ലോ. നീ കൃഷ്ണകുമാറിനെ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, അവന്റെ കേസ് വാദിക്കുന്നില്ല. എന്താ ഈ പറയണത്? മലയാളം. എന്റെ ഭാര്യ ഏത് കേസ് വാദിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ കൃഷ്ണകുമാറിന്റെ കേസ് വാദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ സദാശിവൻ കോൺട്രാക്ടറുടെ കേസ് വാദിച്ചാൽ മതി. മോഹനേട്ടന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആദ്യം പറയുന്ന അനുസരിക്കാൻ പഠിക്കുക. നീ ഇപ്പൊ തന്നെ കൃഷ്ണകുമാറിനെ വിളിച്ച് ആ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇപ്പൊ എന്താണ് ഇങ്ങനെ പറയാനെന്ന് പറ. അത് ഞാനണ്ട, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെ മോഹനേട്ടൻ പറയുമ്പോഴൊക്കെ പറയുന്നത് പോലെ ചെയ്യാനേ ശമ്പളം കൊടുത്ത് ആളേക്ക് നിർത്തിയേക്കണം. ഞാനൊരു വക്കീലാണ്. ഏത് കേസ് ബാധിക്കണം, ഏത് കേസ് ബാധിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അല്ല പിന്നെ അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിന്റെ ഭർത്താവാണ്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. മോഹനേട്ടൻ പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ വലിയ തിരക്കുള്ള വക്കീലൊക്കെ ആയിരിക്കും, പക്ഷെ എന്റെ മോഹനേട്ടൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പോ എത്ര നിർബന്ധിച്ചാലും ഈ കേസ് ബാധിക്കാൻ ഞാനില്ല. കൃഷ്ണകുമാരായിരുന്നു, നീ എന്തിനാ അയാളോട് കേസ് ബാധിക്കാൻ പറ്റില്ലെന്ന് വിളിച്ചു പറഞ്ഞത്? പിന്നെന്തായിരുന്നു ഞാൻ പറയേണ്ടത്? കാള പ്രസവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നൊന്നും ആലോചിച്ചിട്ട് കയറെടുത്താ പോരെ. കാള പ്രസവിക്കാൻ ഒരു സാധ്യതയില്ല.
കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കരുത് എന്ന പ്രമാണം നൂറ്റാണ്ടുകളായി നിലവിലുണ്ടെങ്കിലും ചില വിദ്വാൻമാർക്ക് അതിന്റെ അർത്ഥം വേണ്ട രീതിയിൽ ഇനിയും മനസ്സിലായിട്ടില്ല. അങ്ങനെ എടുത്തു ചാടി കയറെടുത്തവർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വിസ്തരിച്ച് പഠിക്കാൻ ഉപദേശിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.